നമസ്കാരം. ഞാനിന്നൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. തീയലിനെ കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ. ഇന്ന് ഞാനൊരു അടിപൊളി ചേന തീയല ഉണ്ടാക്കാൻ പോണേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയി തീയൽ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ചേനത്തീയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 1/4 കിലോ ചേന എടുത്ത് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി വേണം. അത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ടുള്ള മസാലക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. നിങ്ങൾ ഇതിലോട്ട് മുഴുവനായിട്ടുള്ള മല്ലിയാണ് ചേർത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലി മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് 2 നുള്ളു ഉലുവാപ്പൊടി വേണം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ശർക്കരയാണ്. എൻ്റെ കയ്യിൽ ശർക്കരയില്ല, അതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് അരച്ച് ചേർക്കാനുള്ള തേങ്ങയാണ്. അതിന് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചുവന്നുള്ളി എടുക്കാം. താളിക്കാൻ കടുക് വേണം, കറിവേപ്പില വേണം, പച്ചമുളക് വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ചേനയൊന്ന് വേവിച്ചെടുക്കണം. എൻ്റെ കയ്യിലുള്ള ചേന നല്ലോണം വേവുള്ള ചേനയാണ്, അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ചേന ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഉപ്പ് ഇപ്പം ആഡ് ചെയ്യുന്നില്ല. ചേന വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്യാൻ പോകുന്നത്. ചേന ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും തീയലിലോട്ടുള്ള മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ശകല എണ്ണ തൂവി കൊടുത്താൽ മതി കേട്ടോ. എണ്ണ തൂവിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. ഇപ്പോൾ തേങ്ങയും ചുവന്നുള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ആഡ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 നുള്ളു ഉലുവാപ്പൊടി ആഡ് ചെയ്യാം. പൊടികളൊക്കെ നന്നായിട്ട് വറുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കാം. ചേന നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുക്കറിൽ നിന്ന് അതൊരു പാനിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർക്കുക. ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കാം. ചേനയുടെ വെള്ളം ഒന്ന് വറ്റുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് വെച്ചിരുന്ന പൊടികളൊക്കെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയൊക്കെ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചേനയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അരപ്പ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമ്മളിതിൽ ഉപ്പ് പുളിയെല്ലാം നോക്കിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കറിയിൽ ഇപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് അരപ്പിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തീയൽ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കാച്ചി ഒഴിക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചേനത്തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത ഡിഷുമായി കാണും വരെ ബൈ.